ഇന്ത്യൻ സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന ശ്യാം ബെനഗൽ സമൂഹത്തിന്റെ നേർക്കാഴ്ചകൾ ഫ്രെയിമിലാക്കിയ ചലച്ചിത്ര പ്രതിഭയാണ്. ശ്യാം ബെനഗൽ വിട പറയുമ്പോൾ ഓർമ്മയാകുന്നത് ഇന്ത്യൻ സിനിമയുടെ വസന്തകാലം കൂടിയാണ്. അച്ഛൻ ശ്രീധർ ബി ബെനഗൽ നൽകിയ ക്യാമറ കൊണ്ട് 12ാം വയസ്സിൽ ആദ്യ സിനിമയുടെ ഫ്രെയിം വയ്ക്കുമ്പോൾ തന്റെ ജീവിതം സിനിമയാണെന്ന കുട്ടിയായ ശ്യാം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് വിഹരിച്ച ഹിന്ദി വാണിജ്യ സിനിമകൾക്ക് നടുവിലേക്കാണ് സമാന്തര സിനിമകളുടെ സാധ്യതകളുമായി ശ്യാം ബെനഗൽ ചുവടുറപ്പിച്ചത്. സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥകൾ നേർക്കാഴ്ചകളാക്കി അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കർഷകന്റെ രോദനവും സ്ത്രീകളുടെ വേദനയും ശ്യാമിന്റെ ക്യാമറകൾ ഒപ്പിയെടുത്തു. ലിൻഡാസ് എന്ന പരസ്യ കമ്പനിക്ക് വേണ്ടി പരസ്യചിത്രങ്ങളും ഡോക്യുമെന്ററികളും അദ്ദേഹം സംവിധാനം ചെയ്തു. 10 വർഷത്തിനിപ്പുറം 1973 അങ്കൂർ എന്ന ചിത്രത്തിലൂടെയാണ് ശ്യാം ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. തന്റെ ആദ്യ സിനിമയ്ക്കൊപ്പം ശബാന അസ്മി, അനന്ത് നാഗ് എന്നീ താരങ്ങളെയും ശ്യാം ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തു. അങ്കൂറിന്റെ തുടർച്ചയായി നിഷാന്ത്, മണ്ടി, മന്ദാൻ, ഭൂമിക മമ്മോ, സർദാരി ബീഗം, സുബൈദ തുടങ്ങി തന്റെ കയ്യൊപ്പ് ചാർത്തിയ ചിത്രങ്ങളിലൂടെ സമാന്തര സിനിമയ്ക്ക് ശ്യാം ബെനഗൽ നവ ഊർജം പകർന്നു. ഗാന്ധിജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി 1996 പുറത്തിറങ്ങിയ മേക്കിംഗ് ഓഫ് ദ മഹാത്മാ ശ്യാം ബെനഗലിന്റെ പ്രതിഭയ്ക്ക് തിളക്കം കൂട്ടുന്നതായിരുന്നു. We have come here today to get rid of our dog collars, to burn these certificates of our humiliations. സ്മിത പാട്ടീൽ, നസറുദ്ദീൻ ഷാ തുടങ്ങിയ അഭിനേതാക്കളെ താരപദവിയിലേക്ക് ഉയർത്തിയതും ശ്യാം ബെനഗലായിരുന്നു. ബോളിവുഡിന്റെ സുവർണകാലത്ത് സമാന്തര സിനിമകൾ നിർമ്മിക്കാൻ പാടുപെട്ട ശ്യാം ബെനഗൽ ഇടക്കാലത്ത് ടെലിവിഷൻ സീരിയലുകളും റെയിൽവേക്ക് വേണ്ടി യാത്ര, ഖോജു തുടങ്ങിയവയും നിർമ്മിച്ചു. ഇന്ത്യൻ സിനിമാ ലോകത്ത് നൽകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ശ്യാം ബെനഗലിനെ ആദരിച്ചു. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം 7 തവണ കരസ്ഥമാക്കിയ ശ്യാം ബെനഗലിനെ രാജ്യത്തെ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും തേടിയെത്തി. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ദൂരദർശന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഭാരത് എക് ഖോജ് എന്ന ടെലിവിഷൻ സീരിയലും ഏറെ ശ്രദ്ധേയമായിരുന്നു. 6 വർഷത്തോളം രാജ്യസഭാംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. നവതരംഗ സിനിമാ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളായ ശ്യാം ബെനഗൽ പുതുതലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർക്കും ചലച്ചിത്ര പഠിതാക്കൾക്കും എന്നും മാതൃകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.